സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ ട്യൂട്ടോറിയൽ വീഡിയോ ഓഫ് എക്സലാൻറ്റിസിറ്റി. സോ ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റോർ റോബറി അല്ലെങ്കിൽ ഷോപ്പ് റോബറിയെ പറ്റിയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്ക് സ്റ്റോർ റോബറിക്ക് വേണ്ടത് 2 ഐറ്റംസ് ആണ്. അതായത് ട്രോജൻ യൂഎസ്ബിയും അതേ കണക്ക് തന്നെ ലോക്ക് പിക്കുമാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു കൗണ്ടറിനടുത്ത് വന്നതിന് ശേഷം നമ്മുടെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. സോ ലോക്ക് പിക്ക് കൊടുക്കുക. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ റോഡ് മൂവ് ചെയ്യുന്നത് മൗസിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ്, മൗസ് യൂസ് ചെയ്താണ്. അതേ കണക്ക് തന്നെ സ്ക്രൂ ഡ്രൈവർ മൂവ് ചെയ്യുന്നത് എയും ഡബ്ല്യുവും നമ്മുടെ കീബോർഡിലെ കീസ് ഉപയോഗിച്ചായിരിക്കും. സോ ഈ 2 കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് ഇപ്പോൾ മൗസ് വെച്ച് ഇപ്പോൾ റൈറ്റിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ടൈറ്റാണ് ഇപ്പോൾ ഡബ്ല്യു കീ യൂസ് ചെയ്തപ്പോൾ. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മേളിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അത് പൊട്ടിപ്പോയി, കുറച്ചുകൂടെ ടൈറ്റാണ്, കുറച്ചുകൂടെ മേളിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട്. അത് എത്രത്തോളം ആ ഒരു കീ ഹോൾ കറങ്ങുന്നോ അതിനനുസരിച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. കൂടുതൽ ടൈറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ആ റോഡ് പൊട്ടിപ്പോവും. സോ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്തും നമ്മൾ കൗണ്ടറുണ്ട്, അതും ഇതേ കണക്ക് തന്നെ നമുക്ക് ലോക്ക് പിക്ക് ചെയ്യേണ്ടതാണ്. ടോട്ടൽ 2 കൗണ്ടേഴ്സാണ് ഇതേ സെയിം രീതിയിൽ നമ്മൾ ലോക്ക് പിക്ക് ചെയ്യേണ്ടത് സ്റ്റോർ റോബറിയിൽ. നമുക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞു, ഇനി അടുത്തതിലേക്ക് പോകാം. സോ ഇതേ കണക്ക് തന്നെ സെയിം നമ്മുടെ റോഡ് മൂവ് ചെയ്യുന്നത് മൗസ് ഉപയോഗിച്ചും സ്ക്രൂ ഡ്രൈവർ മൂവ് ചെയ്യുന്നത് നമ്മുടെ ഡബ്ല്യുവും എയും കീബോർഡിലെ കീ ഉപയോഗിച്ചാണ്. സോ മൗസ് കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് താഴ്ത്തി പിടിച്ച് നമ്മളിപ്പോൾ ഒന്ന് സ്ക്രൂ ഡ്രൈവർ ഒന്ന് അനക്കി നോക്കിയാണ്. നമുക്ക് മാക്സിമം എത്രത്തോളം ആ കീയുടെ ഹോള് തിരിയുന്നോ അതിനനുസരിച്ച് അത് ലൂസാക്കി കൊടുക്കുക. സോ എന്നാൽ മാത്രമേ നമുക്കതിൽ ആ ലോക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. അധികം ടൈറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ തിരിക്കുന്ന ടൈമിൽ അധികം ടൈറ്റായി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് റോഡിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കുക. അതിനനുസരിച്ച് എന്നിട്ട് റോഡിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഡബ്ല്യു കീ യൂസ് ചെയ്തോ അല്ലെങ്കിൽ എ കീ യൂസ് ചെയ്തോ സ്ക്രൂ ഡ്രൈവറിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത കൗണ്ടറും റോബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മളെ തൊട്ട് പുറകിൽ തന്നെ മറ്റൊരു ഹാക്ക് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. സോ അവിടെ ചെല്ലുക. കീപാഡാണ്. സോ അവിടെ ഓൾട്ട് കീ വെച്ചുകൊണ്ട് കീപാഡ് ഹാക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരിതാണ് ഹാക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ് സൈഡിൽ സെലക്ട് ചെയ്യേണ്ടതും റൈറ്റ് ബോട്ടം സൈഡിലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ആരോ കീസൊക്കെ യൂസ് ചെയ്താണ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ആരോ കീ യൂസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മാച്ച് ആയതുകൊണ്ട് ഹാക്ക് സക്സസ് ആയിരിക്കുകയാണ്. ആൻഡ് ഇനി നമ്മൾ ഇവിടുന്ന് റൈറ്റിൽ കാണുന്ന ആ ഡോറിലേക്ക്, സ്റ്റാഫ് ഉള്ളിൽ നിന്ന് എഴുതിയിരിക്കുന്ന ആ ഡോറിലേക്ക് ചെല്ലുക. അവിടുന്ന് നമ്മൾ കമ്പ്യൂട്ടറാണ്, സിസ്റ്റം ഹാക്ക് ചെയ്യണം. ഇവിടുന്ന് ഈ സിസ്റ്റം ഹാക്ക് ചെയ്യുക, കമ്പ്യൂട്ടർ കൊടുക്കുക. നമുക്ക് ഇവിടുന്ന് നമ്പർ കിട്ടും 5568. അത് ഈ സേഫ് അല്ലെങ്കിൽ ഈ ലോക്കറിൽ ചെന്ന് ഓപ്പൺ സേഫ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കോഡ് അടിക്കാൻ അവിടെ കാണിക്കും. സോ 5568 എന്നുള്ള കോഡ് അടിച്ചു കൊടുക്കുക. അവിടുന്ന് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നു. ഈ ഒരു ഫുഡിൻ്റെ ഈ ഒരു കൗണ്ടർ നമുക്ക് റോബ് ചെയ്യാൻ പറ്റും. ഇവിടെയും റോബ് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ആ ATM കൗണ്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അവിടെ സ്റ്റീൽ ATM കൊടുക്കുക. സ്റ്റീൽ ATM കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു മിനി ഗെയിം വരും. അതിൽ 1 2 എന്ന് വെച്ചാൽ നമ്മൾ 1 2 3 എന്ന് പറയുന്ന പോലെ 1 ഫസ്റ്റിൽ ഞെക്കുക, 2 അത് കഴിഞ്ഞിട്ട് ഞെക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ സ്റ്റോർ റോബറിയിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്റ്റോർ റോബറി സക്സസ് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നമ്മളത് ചോദിക്കുക. നമ്മളതിന് റിപ്ലൈസ് തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഗൈസ്.